എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം പാലക്കാട് എം.എൽ.എ. രമേശ് പിഷാരടി നിയമസഭയ്ക്കകത്ത് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം ഒരു എം.എൽ.എയുടെ കയ്യിൽ 40-ലധികം നിവേദനങ്ങൾ ലഭിക്കുന്നുണ്ട്. അതായത് 100 ദിവസം കൊണ്ട് 4000 നിവേദനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒരു വർഷം കൊണ്ട് 2000-ലധികം നിവേദനങ്ങൾ ലഭിക്കുന്നുണ്ട്. 5 വർഷം കൊണ്ട് 10,000-ലധികം നിവേദനങ്ങൾ ലഭിക്കുന്നുണ്ടെന്നൊക്കെ അങ്ങേര് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ കൃത്യമായിട്ട് വേർതിരിച്ച് പരിഹരിക്കേണ്ട ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് കൊടുക്കുന്നതിന് സ്റ്റാഫുകളുടെ കുറവുണ്ട്. നിലവിൽ ഒരു എം.എൽ.എക്ക് 2 സ്റ്റാഫുണ്ട്. അതിലൊരാളെ ഡ്രൈവറായിട്ട് ഉപയോഗിക്കുന്നു. ബാക്കി ഒരാളെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കൂടെ ഓടുന്നില്ല. അതുകൊണ്ട് പുതിയ 1-2 സ്റ്റാഫിനെയും കൂടെ കിട്ടിയാൽ കുഴപ്പമില്ല എന്ന ആവശ്യമാണത് പറഞ്ഞത്. എം.എൽ.എമാരെല്ലാം കൂടി എന്നാ കയ്യടിയായിരുന്നറിയോ? കാരണം ഒരു 4 പേരെയും കൂടെ കിട്ടിയാൽ നാട്ടുകാരൻ്റെ മുഖത്തോട്ട് വെക്കാമല്ലോ. അവരുടെ കാര്യങ്ങൾ ഇഷ്ടം പോലെ അങ്ങ് നടക്കുമല്ലോ. അതിപ്പം 4 അല്ല 40 കിട്ടിയാലും ഇവന്മാർക്ക് പരാതിയൊന്നുമില്ല. അപ്പം ഞങ്ങൾ ചോദിക്കുന്നത്, ഒരു സ്റ്റാഫിനെ വെക്കണേ മിനിമം ഒരു 50,000 രൂപ മാസം ശമ്പളം കൊടുക്കണ്ടേ? 140 പേർ കൂടി ഓരോരുത്തരെ വെക്കുകയാണെങ്കിൽ ഒരു 70 ലക്ഷം രൂപ മാസം ചിലവ് വരികയല്ലേ? മറ്റ് ചിലവുകളും കൂടെ കൊടുക്കണ്ടേ ഇവന്മാരെ കൊണ്ട് നിർത്തി കഴിയുമ്പോൾ? അതായത് മിനിമം ഒരു മാസം ഈ 140 പേർ കൂടി ഓരോരുത്തരെയും കൂടി അനുവദിക്കണമെങ്കിൽ 1 കോടി രൂപയും കൂടി എങ്കിലും ചിലവ് വരികയല്ലേ? അതായത് ഒരു വർഷം 12 കോടി രൂപ ചിലവ് എന്ന് പറഞ്ഞാൽ 5 വർഷം കൊണ്ട് 60 കോടി രൂപ ചിലവ്. പിന്നീട് പെൻഷൻ കോടാനുകോടി കൊടുക്കണ്ടേ? എങ്ങനെയുണ്ട് രമേശ് പിഷാരടിയുടെ ഉള്ളിലിരിപ്പ്? ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ കൊടുക്കുന്ന നിവേദനങ്ങളുടെ ഉള്ളടക്കം എന്താ? പ്രധാന ഉള്ളടക്കം ഇത്രേ ഉള്ളൂ: ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ സമയത്ത് പണിയെടുക്കേണ്ടതുപോലെ പണിയെടുക്കുന്നില്ല എന്നുള്ളതല്ലേ പ്രധാന ഉള്ളടക്കം. അങ്ങനെയല്ലേ രമേശ് പിഷാരടി ഉള്ളടക്കം? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പണിയെടുക്കേണ്ടതുപോലെ കൃത്യസമയത്ത് പണിയെടുപ്പിക്കണം. അത് റെഡിയാക്കിയാൽ ഈ കണ്ടമാനം നിവേദനങ്ങൾ എം.എൽ.എമാരുടെ കൊണ്ട് കൊടുക്കേണ്ട സാഹചര്യമൊന്നുമില്ല. ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണിയെടുക്കേണ്ടതുപോലെ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ തെരഞ്ഞെടുത്ത് ഭരണം അങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ ഇനിയും ചിലവ് വർദ്ധിപ്പിക്കാനല്ല. ഓരോ കാര്യങ്ങൾക്കും എം.എൽ.എക്ക് നിവേദനം കൊടുത്ത് എം.എൽ.എ അതാത് ഓഫീസുകളിൽ വിളിച്ചു പറഞ്ഞ് പേടിപ്പിച്ച് കാര്യങ്ങൾ നടത്തുക എന്നതല്ല സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം. ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം എന്നെ ഫോൺ വിളിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹം കാനഡയിൽ നിന്നാണ് വിളിച്ചത്. അദ്ദേഹം അയർക്കുന്നംകാരനാണ്. ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞ, അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് അയർക്കുന്നം വില്ലേജ് ഓഫീസാണ്. ഈ വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് പ്രഗത്ഭനായ ചാണ്ടിയുമ്മൻ എം.എൽ.എയുടെ മണ്ഡലത്തിലാണ്. സൈക്കിളിൽ യാത്ര ചെയ്ത് ഇന്ധന ചെലവില്ലാതെ നടക്കുന്ന എം.എൽ.എയുടെ മണ്ഡലത്തിൽ. എൻ്റെ സ്നേഹിതൻ ഉച്ചയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടെ വില്ലേജ് ഓഫീസിലെ സ്റ്റാഫ് ചോറുണ്ടിട്ട് പാത്രം കഴുകി വെള്ളം ഒഴിച്ചത് മുൻവശത്തെ നടയിലോട്ട്. സ്നേഹിതൻ കയറി വന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നതായി കാണിക്കുന്നത്? ഇതല്ല പന്നിക്കുഴിയാണോ എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ കാനഡയിൽ ജീവിക്കുന്നതല്ല, അയാൾക്ക് അവിടുത്തെ സ്റ്റാൻഡേർഡ് അറിയാം. അത് അവിടുത്തെ ജോലിക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അവരോട് ചോദിച്ചു, വില്ലേജ് ഓഫീസർ എന്ത് ചെയ്യും? അങ്ങേര് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സ്ഥിരം പതിവുണ്ടല്ലോ, കോൺഫറൻസിന് പോയി. അന്നേരം ചോദിച്ചു, പകരം ആളില്ല ഇവിടെ? പകരം ചാർജുകാരനൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. ഉടനെ തന്നെ ഒരു നിവേദനം എഴുതി ചാണ്ടിയുമ്മനെ പോയി കണ്ട് ചാണ്ടിയുമ്മൻ ഉടനെ വില്ലേജ് ഓഫീസറെ വിളിച്ച് വരട്ടുവാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു എം.എൽ.എ എന്ന രീതി ചാണ്ടിയുമ്മൻ്റെ ഉത്തരവാദിത്തമാണ് അങ്ങേരുടെ മണ്ഡലത്തിലുള്ള അയർക്കുന്നം വില്ലേജ് ഓഫീസ് ഇതുപോലെ വൃത്തികേട് പന്നിക്കുഴി പോലെയാണ് കിടക്കുന്നതെങ്കിൽ ഉത്തരവാദിത്വം ഇല്ലാത്ത വില്ലേജ് ഓഫീസറാണെങ്കിൽ അയാളെ മര്യാദയ്ക്ക് നിർത്തി ജോലി എടുപ്പിക്കേണ്ട ഉത്തരവാദിത്തം അങ്ങേരുടേതാണ്. അതിനു വേണ്ടിയിട്ടാണ് ജയിപ്പിച്ച് അയാളെ ആക്കിയേക്കുന്നത്, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഓഫീസർ പോലും അവിടെ ഈ ചാർജ് ഇല്ലെങ്കിൽ സിസ്റ്റം ശരിയല്ലെന്ന് അർത്ഥം. സിസ്റ്റം ശരിയാക്കിയാൽ മതി. അതുകൊണ്ട് പിഷാരടിയോട് പറയട്ടെ, നിവേദനങ്ങൾ കുറയണമെങ്കിൽ സിസ്റ്റം ശരിയാക്കണം. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പണിയെടുക്കേണ്ട പോലെ പണിയെടുക്കണം. സത്യത്തിൽ എന്താണ് കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം? രമേശ് പിഷാരടിക്ക് അറിയാമോ? പ്രശ്നം വരുമാനം കുറവും ചെലവ് കൂടുതലും. സംസ്ഥാന വരുമാനത്തിൻ്റെ 92% സർക്കാർ മെക്കാനിസത്തിൻ്റെ, അതായത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം പെൻഷൻ, രാഷ്ട്രീയക്കാരുടെ ശമ്പളം പെൻഷൻ, പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള പേഴ്സണൽ സ്റ്റാഫുകളുടെ എല്ലാം ശമ്പളവും പെൻഷനും എല്ലാം കൂടെ ആയിട്ട് ചിലവാകുന്നതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. ഇത് സംസ്ഥാന വരുമാനത്തിൻ്റെ 25% കുറയ്ക്കാതെ സംസ്ഥാനത്തിന് ഭാവി ഉണ്ടാകുകയില്ല.
അപ്പോൾ ഇനി സ്റ്റാഫിനെ വർദ്ധിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. പൊതുജനം വിചാരിച്ചു നിങ്ങൾ നിയമസഭയിൽ LDF ഗവൺമെൻറ് 10 വർഷം കൊണ്ട് നിയമിച്ച 1,83,000 പിൻവാതിൽ നിയമനങ്ങളുണ്ട്, അതിനെ പിരിച്ചുവിടണം എന്നുവല്ലോ നിങ്ങൾ പറയുമായിരിക്കുമെന്നാണ് ഞങ്ങളൊക്കെ ചിന്തിച്ചത്. നിങ്ങളെന്താ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാഞ്ഞത്? അപ്പം നിങ്ങൾക്ക് കേരളത്തിലെ യഥാർത്ഥ പ്രശ്നത്തെക്കുറിച്ച് ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലെന്നല്ലേ അതിനർത്ഥം? എൻ്റെ പൊന്നു സഹോദര, ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നാട് മുടിച്ചു കളയുക എന്നല്ല എന്ന് ഓരോ MLA-മാരും മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഒന്നിലധികം സ്റ്റാഫ് വേണമെങ്കിൽ കൃഷി വകുപ്പ് ജനത്തിന് ഒരു പ്രയോജനവുമില്ലാത്ത കുറേ എണ്ണം അതിനകത്തിരിപ്പുണ്ട്. അതിനകത്തുനിന്ന് ഒരു 2 എണ്ണത്തിന് ഓരോ MLA-മാർക്കും എടുത്തുകൂടെ? അതിൻ്റെ പേരിൽ പൊതുജനത്തിന് ഒരു എക്സ്ട്രാ ഉപദ്രവം വരാനില്ല. ഒന്നാമത് ഈ ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങൾ ഇനി ഉദ്യോഗസ്ഥന്മാരെ നല്ല വിളിക്കണ്ടേ, ഉപദ്രവിസ്റ്റുകൾ എന്നാണ് വിളിക്കണ്ടേ. ഞങ്ങൾ ഓർത്തുകൊണ്ടിരുന്നു നിങ്ങൾക്ക് ഒരുവിധം ബോധം ഉണ്ടെന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് യാതൊരു വെളിവും വെള്ളിയാഴ്ച ഇല്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കണ്ടേ. ഇനി നിങ്ങൾക്ക് അത് പോരെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം ഉണ്ടല്ലോ, അതിനകത്തൊന്നും എടുത്തു കൊടുത്തൊരുത്തനെ പോയി. ഇപ്പം 2 എണ്ണത്തിനെ നാട്ടുകാരൻ്റെ ചിലവിൽ തന്നിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് എടുത്തു പോയി, അല്ല നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പോയി. ഒരു MLA കൊണ്ട് ഒരു തേങ്ങായി ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ഞങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഒരുവിധം വെളിവും വെള്ളിയാഴ്ച ഉള്ളവനാണെന്നാണ് ധരിച്ചത്. പക്ഷേ നിങ്ങൾ ഈ ഒഴുക്ക് വെള്ളത്തിനുള്ളിൽ തെറിച്ചു പോകുന്ന തേങ്ങയാണെന്ന് നിങ്ങളുടെ ഈ പ്രസ്താവന കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി കേരളത്തിലെ എല്ലാ MLA-മാരോടും പറയാനുള്ളത്, മന്ത്രിമാരോട് പറയാനുള്ളത്, ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, ഇനി ചെലവ് കൂട്ടാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ചെലവുകൾ കുറച്ചേ മതിയാവൂ. സംസ്ഥാന വരുമാനത്തിൻ്റെ 25% തുക കൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും പെൻഷനും, രാഷ്ട്രീയക്കാരുടെ ശമ്പളവും പെൻഷനും മറ്റ് ചെലവുകളും തീർന്നേ മതിയാവൂ. ഇത് നടപ്പാക്കി തന്നെ വരുത്തണം. അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ ചോദിക്കാവൂ. ഇത് കൂട്ട് നാണം കെട്ട ചോദ്യങ്ങൾ ഇനി നിയമസഭയിൽ നിങ്ങൾ ഉയർത്തിയാൽ അവിടെ ചിലപ്പോൾ അവർ കൈയടിക്കുമായിരിക്കും, പക്ഷേ പൊതുജനം തെറി വിളിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.